ഞാൻ ഈ ഓറിയോ ബിസ്ക്കറ്റ് വെച്ചാണ് തയ്യാറാക്കുന്നത്. ഞാനിപ്പോൾ 4 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇതിങ്ങനെ എടുത്തിട്ട് ഈ ക്രീം ഇങ്ങനെ എടുത്തങ്ങ് മാറ്റണം. ഓക്കെ, എന്നിട്ട് ബിസ്ക്കറ്റ് മാത്രമായിട്ട് എടുത്ത് വെക്കുക. അപ്പോൾ ഞാനിത് മുഴുവനും അങ്ങനെ ഒന്ന് എടുക്കട്ടെ. അപ്പോൾ ഇതേ ബിസ്ക്കറ്റ് വേറെ ക്രീം വേറെ ആക്കി. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ മിക്സിയുടെ നല്ല ഉണങ്ങിയ ഒരു ജാറിലോട്ട് ഇടുകയാണ്. അപ്പോൾ അതേ ഞാൻ പൊടിച്ചെടുത്തു. അപ്പോൾ അതേ നമ്മുടെ ബിസ്ക്കറ്റ് ക്രീമൊക്കെ മാറ്റി മുഴുവനും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇനി കുറച്ച് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്യാം. അമുലിൻ്റെ ബട്ടർ എടുത്തത്, ഏത് ബട്ടർ ആയാലും മതി, കുഴപ്പമില്ല. മെൽറ്റാക്കി എടുത്ത ബട്ടർ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഇച്ചിരി ഇങ്ങനെ ഒട്ടുന്ന ആ ഒരു പരുവം. ഇനി ഇതുകൊണ്ട് ഇരിക്കട്ടെ. ഇനി ഇതിന് വേറൊരു ഫില്ലിങ് തയ്യാറാക്കണം. ഞാൻ എടുത്തേക്കുന്നത് ക്രീം ചീസാണ്. ക്രീം ചീസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്, പാല് വെച്ച് ചെയ്യുന്നത്. നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ മതി. ഇല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് കടകളിലും വാങ്ങാൻ കിട്ടും. ഇനി ചേർക്കുന്നത് ക്രീമാണ്, മിൽക്കി മിസ്റ്റിൻ്റെ ഫ്രഷ് ക്രീം. ബിസ്ക്കറ്റിൻ്റെ അകത്തുനിന്ന് എടുത്ത് ആ ക്രീം അതും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇടണം. ഇനി കുറച്ച് പഞ്ചസാര വേണം. ഞാൻ ആ ബിസ്ക്കറ്റ് പൊടിച്ച ജാറിലോട്ട് തന്നെ ഇച്ചിരി പഞ്ചസാര ഒന്ന് പൊടിച്ച് ചേർക്കാം. പഞ്ചസാര പൊടിച്ചതും കൂടെ ഇതിലേക്ക് ചേർത്തു. പഞ്ചസാര വേണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം കേട്ടോ. ഇതൊന്ന് അടിച്ചെടുക്കണം. ഇതുപോലെ ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് വേണമെങ്കിലും അടിച്ചെടുക്കാം. അതെ, അതും നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് തണുപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഈ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ആദ്യം ഇതിലേക്ക് കുറച്ച് നമ്മുടെ ഈ ബിസ്ക്കറ്റ് പൊടിച്ച് ബട്ടറൊക്കെ ഇട്ട് ഇളക്കി വെച്ചേക്കുന്ന ഇത് ചേർക്കണം. പ്രസ് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. കണ്ടില്ലേ, ഇതേപോലെ ആക്കി എടുക്കണം. ഇനി ഇതേ നമ്മുടെ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. പകുതി ഒഴിച്ചു. ഇനി ഇതേ ബാക്കിയുള്ള നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ കൂട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇടണം. ബാക്കി ക്രീം ചീസും എല്ലാം ഇതിൻ്റെ മുകളിലേക്ക് എല്ലായിടത്തേക്കുമായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇത് അടച്ചിട്ട് നമുക്ക് 4 തൊട്ട് 6 മണിക്കൂർ വരെ ഫ്രീസ് ചെയ്യണം. അപ്പം ഞാനതൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് 6 മണിക്കൂർ കഴിയുമ്പോൾ കാണിക്കവേ.